ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആ മോർണിംഗ് സിക്നസ്സും വോമിറ്റിങ്ങും നോസിയയും തന്നെ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് അത് കുറയ്ക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മളൊരു ക്രാക്കറോ നട്ട്സ് ഒക്കെ പോലുള്ള ഒരു ഡ്രൈ ഫുഡിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ആണ് എടുക്കേണ്ടത്. പ്രോട്ടീൻ കൂടുതൽ എടുക്കുമ്പോൾ ഗാസ്ട്രിക് എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മളുടെ സ്റ്റൊമക് ആസിഡിനെ കുറയ്ക്കുകയും ചെയ്യും. ഒരേ സമയം ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ചെറിയ ചെറിയ മീൽസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ബ്ലാൻഡ് ഫുഡ്സ് ആണ് ഈ ഒരു സമയത്ത് നമുക്ക് വൊമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത്. ബ്ലാൻഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ റൈസ്, ബനാന, അതുപോലെ ഗ്രീക്ക് യോഗർട്ട് ഒക്കെ പോലെ ഒത്തിരി ഫ്ലേവർ ഇല്ലാത്ത നമ്മളെ വൊമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്യാത്ത രീതിയിലുള്ള ഫുഡ്സ്. പിന്നെ ഉള്ളൊരു പ്രശ്നമാണ് എക്സസീവ് സലൈവ എന്നുള്ളത്. ഇത് നമ്മളുടെ സ്റ്റൊമക് ആസിഡ് കൂടുമ്പം നമ്മളുടെ മൗത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ മീൽസിനിടയിൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ ശ്രദ്ധിക്കുക. ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലും സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ആ ഒരു സമയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ഒരു ടൈമിൽ വായിൽ വരുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഇതിനുള്ളൊരു നല്ല ടിപ്പാണ് ഐസ് ക്യൂബ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. പ്ലെയിൻ ഐസ് ക്യൂബ്സ്. ഇത് നമ്മളുടെ സ്റ്റൊമക്ക് ഫില്ല് ചെയ്യില്ല, എന്നാലോ ഈ ഒരു ടേസ്റ്റ് വരുന്നതിനെയും നമ്മളുടെ ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ നല്ല പോലെ കുറയ്ക്കുകയും ചെയ്യും. എപ്പോഴും നമ്മൾക്ക് ഭയങ്കര അരോമാറ്റിക് ആയിട്ട് ട്രിഗറിങ് ആയിട്ട് തോന്നാറ് ഹോട്ട് ആയിട്ടുള്ള ഫുഡാണ്. അപ്പം അത് നമ്മളുടെ വൊമിറ്റിങ്ങിനെ ട്രിഗർ ചെയ്യും. അപ്പം നമ്മൾ മോർ കോൾഡ് ഫുഡിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റിംഗ് ഒരു പരിധി വരെ കുറയ്ക്കാനും ആ ഒരു ഭക്ഷണം ഇഷ്ടത്തോടു കൂടി കഴിക്കാനും വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു പ്രശ്നത്തിന് ഡോക്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യാറ് വൈറ്റമിൻ B6 ആണ്. ഇതും നമുക്ക് നമ്മളുടെ ഫുഡിലൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പൗൾട്രി, ഫിഷ്, മീറ്റ്, ഇതിലൊക്കെ വൈറ്റമിൻ B6 നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യേണ്ട. പ്രഗ്നന്റ് ആവാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഇത് നല്ലതാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതുപോലെ നിങ്ങളുടെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഷെയർ വിത്ത് us.